ഒരു ദുശ്ശീലമില്ല. സിഗരറ്റ് വലിക്കില്ല, വെള്ളമടിക്കില്ല, ഒന്നുമില്ല. നല്ല മോനാണ്. ഞങ്ങളെൻ്റെ മോളുടെ ഒപ്പം പഠിച്ചിട്ടുള്ളത്. കോടന്നൂരിന്റെ അഭിമാനാവട്ടെ. നല്ല അപകടകാരിയല്ല, നല്ല സ്വഭാവം, നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ ഇതിലൊക്കെ വരാറുണ്ടോ അനീഷ്? ഒരാൾക്കൊരു ശല്യമില്ല, ഒരാളുടെ അതില്ല, ഒരു വേണ്ടാത്ത പരിപാടി. ഫസ്റ്റ് അടിക്കുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു. അനീഷിന് ഒരു കോമ്പറ്റീറ്റർ എന്ന് തോന്നിയ ആരോ എതിരാളി വെള്ളടിക്കാൻ വരുന്നുണ്ട്, അവരെത്തിക്കുന്ന അവൻ വരില്ല. ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളൊന്നല്ല. മെമ്മറി ഓറാ. പിന്നെ ഒരാളെടുത്തൊന്നും പറയും. അനീഷിനെ പറ്റി പറയണമെങ്കിൽ നല്ല വ്യക്തിയാണ്. ഒരാൾക്കൊരു ശല്യമില്ല, ഒന്നുമില്ല. വളരെ ക്ലിയറാ എല്ലാം കൊണ്ടും നാട്ടിലേക്ക്. മനസ്സിലായില്ല, നമുക്ക് അത്രയല്ല പറയാൻ പറ്റില്ല അവനെ പറ്റിയിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് ഇത്രയും വലിയ സ്റ്റേജിലേക്ക് പോയിക്കോണം. ഇത്രയും അത് ഞങ്ങൾ പോയത് തന്നെ അറിഞ്ഞില്ല. TV കണ്ടപ്പോഴാ അനീഷില്ല. ആണോ? ലോകത്ത് മലയാളികളുള്ള എല്ലാവരും കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. അവിടെ ഇപ്പോൾ ഫൈനലില് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കണത് അനീഷ് കപ്പടിക്കും എന്നാണ്. അത്രയും കോൺഫിഡന്റ് ആണ്. ക്വയറ്റാണ്, വളരെ സൈലന്റ് എല്ലാം കൊണ്ടും. പിന്നെ അവന് കുറച്ച് നിരാശയൊക്കെ വന്നു. അത് ഫാമിലി ആയിട്ടുള്ള നിരാശ. അതിന് അപ്പൊ എല്ലാവർക്കും പറ്റില്ല. അതിൽ നമ്മളൊന്നും പറയാൻ പറ്റില്ല അവനെ പറ്റിയിട്ട്. പക്ഷെ ആളുടെ സ്റ്റേജ് ഇപ്പോൾ വളരെ ഭയങ്കരമായിട്ട് മാറി. സ്റ്റേജ് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അവന്റെ. ഇപ്പൊ പുറത്തൊക്കെ ചെന്ന് അനീഷിന്റെ അയൽവക്കക്കാരനൊക്കെ പറയാനായിട്ട് ഒരു അഭിമാനം ഉണ്ടോ? ഞങ്ങളുടെ തൊട്ടടുത്തല്ല. അന്ന് അവന്റെ വീടിന്റെ അവിടെ എത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്താ ഞങ്ങൾക്ക് സെന്ററിലേക്ക് പോകുമ്പോ, സെന്ററിലേക്ക് പോകുമ്പോ അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ട് ഇവരെന്നെ അവന്റെ അഞ്ചുണ്ട് അവിടെ. അഞ്ചൻ പറഞ്ഞു, ഓ ശ്രീധരേട്ടനാണല്ല എന്ന് പറഞ്ഞു. ഇത്ര അപ്പൊ നല്ല അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് അത്ര പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നല്ല വ്യക്തിയാവൻ. ഒരാൾക്കൊരു ശല്യമില്ല, ഒരാളുടെ അതില്ല, ഒരു വേണ്ടാത്ത പരിപാടി ഒന്നും ഇല്ല. അവൻ്റെ വെള്ളമടിക്കാൻ ഇവിടെ ഇപ്പം നിറയെ വെള്ളമടിക്കാൻ വരുന്നുണ്ട്, അവരെത്തിക്കുന്ന അവൻ വരില്ല. വളരെ ഒരു ദുശീലമില്ല. ഒരു ദുശീലങ്ങളില്ല. സിഗരറ്റ് വലിക്കില്ല, വെള്ളമടിക്കില്ല, ഒന്നുമില്ല. ഒരാളൊരു യക്ഷണി പറയാ. ആൾ അധ്യാപകനായിരുന്നോ? അവന് ബാങ്കിലാണ്. നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, അതിലായിരുന്നു ജോലി. ഇപ്പൊ അത് വേണ്ടെന്ന് വെച്ചൊന്നും ഉണ്ടവൻ. ഇപ്പൊ ജോലിയൊന്നും ഇല്ല, അതുകൊണ്ട് അതിലായിരുന്നു അവൻ. അങ്ങനെ നല്ല ക്ലിയർ ആയുള്ള വ്യക്തിയാണ്. ഇവിടെ തന്നെയായിരുന്നു, തൃശ്ശൂർ തന്നെയായിരുന്നു അവൻ ബാങ്കില്. വേണ്ടെന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ നല്ല ബ്രില്യൻ്റ് അവൻ. എല്ലാം പഠിക്കുന്ന സമയത്ത് റാങ്കൊക്കെ നല്ല ക്ലാസ്സാണ്. എല്ലാം നല്ല മെമ്മറി ഓറാ. പിന്നെ ഒരാളെടുത്തൊന്നും പറയില്ല അവൻ. ഒരാൾക്ക് വഴക്കൂടാനോ വക്കാണം കൂടാനോ ഒന്നിനും നല്ല കൊയറ്റാണ്. എന്തായാലും നിങ്ങളുടെ നാട്ടുകാരൻ എന്തായാലും കപ്പടിക്കട്ടെ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പഠിച്ചില്ലെങ്കിലും ജയിച്ചാൽ മതി. എന്തായാലും എത്തുമല്ലോ, കാരണം എല്ലാവരുടെ അഭിപ്രായത്തിൽ പുള്ളിയാണ് ഫസ്റ്റ് എന്നൊരു രീതിയാണ്. അതെ, എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ. പുറത്തെല്ലാവരും റെസ്പോൺസിൽ അനീഷ് കപ്പടിക്കും എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അവനിപ്പോ വോട്ടിന്റെ ശതമാനത്തിലുള്ള കിട്ടാൻ പോണത്. ജനങ്ങൾ അവനാലോചിക്കണ്ടേ. ജനങ്ങൾ എന്ന് നല്ല അഭിപ്രായം അവൻ്റെ കിട്ടുന്നത്. ഞങ്ങളുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നല്ല ഈ ഭാഗമായിട്ട് നമ്മുടെ കോണ്ണൂർ സെൻറ്ററിലും മറ്റോടത്തൊക്കെ നല്ല അഭിപ്രായം എല്ലാവർക്കും. നല്ല ക്ലിയറാണ് എല്ലാവരും. നമുക്ക് അത്രയല്ലേ പറയുള്ളൂ, ഒരു വിട്ടുവീഴ്ചയില്ല എന്തിനുള്ള. ഈ നാടിന് വേണ്ടി നല്ല പ്രവർത്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? നാടിന് വേണ്ടി അവൻ പ്രവർത്തിച്ചില്ല, അവൻ ജോലിയിൽ പ്രവർത്തിക്കാനോടൊന്നിനും. അന്നെന്തോ പ്രളയം വന്നപ്പോ ഏതൊരു അമ്മയ്ക്ക് പുതപ്പ് കൊടുത്തു അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടുന്ന ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അവൻ. ഇപ്പൊ വേറെ വിശേഷങ്ങളൊന്നും അറിയില്ല. എന്തായാലും അടിപൊളിയാവട്ടെ. ഞാനും പറഞ്ഞ അവൻ കപ്പടിക്കാൻ തന്നെ ഞാനും ഉദ്ദേശിക്കുന്നത്. നാടിന് വേണ്ടിട്ട് ഒരു ഇതല്ല. നാടിന് നമ്മുടെ നാട്ടിലൊരു ആള് വ്യക്തി നന്നായി കഴിഞ്ഞാൽ ആ നാടിന് പുരോഗതി അല്ലേ. അതാണ് എൻ്റെ അഭിപ്രായം. തമാശയല്ല. ഒരാള് നശിച്ചു പോകാൻ പാടില്ല. ഒരാൾക്ക് വേണ്ടാത്ത പറഞ്ഞു കൊടുത്തവനെ ദുഷിച്ച പേരുണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്ക് യു. എൻ്റെ പേര് ശ്രീധർ. പരിപാടി എങ്ങനെയുണ്ട് അനീഷ്? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെക്കൻ വന്നേക്കാണ്. അത് ബിഗ് ബോസിൽ എല്ലാവരുടെ അഭിപ്രായം പറയണത് ആള് ഫസ്റ്റ് വരുമെന്നാണ്, വിന്നർ ആവുന്നതാണ്. ആണോ? നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം അഭിപ്രായമൊക്കെ എങ്ങനെയാ? ഞങ്ങളുടെ നല്ല മോനാണ്. ഞങ്ങളെൻ്റെ മോളുടെ ഒപ്പം പഠിച്ചിട്ടുള്ളത്. ആള് നാട്ടിലെങ്ങനെയാണ് ഇപ്പൊ നമ്മള് ബിഗ് ബോസിൽ കാണുമ്പോൾ അലിച്ച് ഒച്ചപ്പാടും പോലൊക്കെ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. ആളങ്ങനെ തന്നെയാണോ? അല്ലല്ല, ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളൊന്നല്ല. നല്ല മോനാണ്. എല്ലാവരോടും നല്ല ബഹുമാനം, ഭയങ്കര കാര്യമാണ് എല്ലാവരെയും. ആള് ഫസ്റ്റ് അടിക്കുമോ? ഫസ്റ്റ് അടിക്കുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. ആൾക്ക് ഒരു കോമ്പറ്റീറ്റർ ആണെങ്കിൽ ഒരു എതിരാളി എന്ന് തോന്നിയിട്ടുള്ള ആരാ ബിഗ് ബോസിൽ? എതിരാളി എന്ന് പറഞ്ഞാൽ പേരെനിക്കാണ്ട് ശരിക്കും കിട്ടണില്ല.
ഒരു ജോനോനായിട്ടുള്ളൊരു ചെക്കൻ അവനെ നെവിന അല്ലെങ്കിൽ നെവിനല്ല ഷാനവാസ് ഉണ്ട് ഷാനവാസ് ഷാനവാസ് ഉണ്ട് അവരൊരു കൂട്ടായിട്ട് അല്ലെങ്കിൽ പിന്നെ അനുമോളോ അവർ രണ്ടൊരു കൊള്ളാം അല്ലേ അവർ മൂന്നാളിൽ ആരെങ്കിലും ഒരാൾക്ക് അടിക്കും. എന്തായാലും നാട്ടുകാരൻ കപ്പടിക്കട്ടെ നമ്മുടെ ആഗ്രഹം. അതല്ല നമ്മുടെ നാടിൻ്റെ പേര് കാണട്ടെ. അനുമോളെ എങ്ങനെയാ? അനുമോളൊക്കെ ഇഷ്ടമാണോ? എനിക്കിഷ്ടം, ഇഷ്ടമാണല്ലേ? കുറവൊന്നുമില്ല. അതവരൊരു ഇതാണ്, കളിയാണ്. അതിലിപ്പോ തല്ലുകൂട്ടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഞാൻ കാണാത്ത ആളാണ്. അനീഷ് വന്ന കാരണം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണാറില്ല. ബിഗ് ബോസ് കാണാറില്ല. അനീഷ് ഉള്ളതുകൊണ്ടാണ് അപ്പൊ കാണുന്നത് ബിഗ് ബോസ്. അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേച്ചി, താങ്ക് യു. പ്രളയം വന്നപ്പോ വെള്ളം വാങ്ങിട്ട് ഞങ്ങള് സ്കൂളിൽ പോയി. ഞാനും പ്രളയം വന്നപ്പോഴാണ് വെള്ളം വന്ന് കയറി. ഞങ്ങൾക്ക് പാടമാണ് ഞങ്ങളുടെ വീടിന്. അപ്പം ഞങ്ങൾക്ക് സഹായം ചെന്നത് അനീഷാണ്. ആണല്ലേ? സഹായമൊക്കെ ചെയ്തു ആളാണ്. ഞങ്ങൾക്ക് പുതപ്പ് തന്നതും അങ്ങനെ വലിയ സഹായം ചെയ്തു. ആൾ അധ്യാപകനായിരുന്നു എന്ന് പറയണോ? ആണല്ലേ? നാടിന് അങ്ങനെ ഒരു ആളൊരു ഹെൽപ്ഫുള്ളൊക്കെ ചെയ്ത ഒരാളാണല്ലേ? നല്ല മോനാണ്, ആർക്കും ഉപകാരം ചെയ്യുന്ന ഒരു മോനാണ്. നാട്ടില് പ്രിയപ്പെട്ട ഇവിടെ പ്രളയം വരുമ്പോ വെള്ളം കയറാറൊക്കെ ഉണ്ടോ ഇവിടെ? ഞങ്ങളുടെ വീട് കുറെ അങ്ങോട്ട് ഇറങ്ങിയിട്ടാ, അത്തത്തിക്കെത്താം പാടണം ഇന്നത്തെ. പിന്നെ ഇറങ്ങുന്നത് ഞങ്ങൾ പാടത്തില്ല. അപ്പൊ ഞങ്ങളുടെ വീട് മുങ്ങി എന്ന് പറഞ്ഞാൽ കുറെ വെള്ളം വന്നു. പൂവണ്ട മുറുകുമോളൊന്നും മുങ്ങിയില്ല, അത് ഇത്ര ഒപ്പം ഇങ്ങനെ ചുമരിനോടൊപ്പം വെള്ളം വന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് പോയി. ഒരു ദിവസം ഞാൻ അവിടെ കിടന്നുള്ളൂ. പിന്നെ അപ്പോഴേക്കും മഴ വന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അനീഷ് എന്താ പുതപ്പും എന്തൊക്കെ കൊടുന്നു? പുതപ്പണം. അവനും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ആളാണ്. ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ വീട് തൊട്ടപ്പുറത്തുണ്ടാവും, എനിക്ക് പുതപ്പൊന്നും വേണ്ടെന്ന് പറയാം അവനോട്. എനിക്ക് വേണമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് എടുത്തുകൂടെ, അത് വേണ്ട. അത് ഗവൺമെന്റിന്റെ കിട്ടുന്നത്, അത് മേടിച്ചു വെച്ചോന്നും പറഞ്ഞിട്ട് അവൻ മേടിച്ചു തന്നത്. ഭയങ്കര മനുഷ്യ സ്നേഹി എല്ലാവരോടും അല്ലേ? ഓക്കെ ചേച്ചി, താങ്ക് യു. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടുകാരനാണ് ബിഗ് ബോസിൽ ഇപ്പോൾ കസറിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നല്ല അഭിമാനം കളിക്കട്ടെ, കപ്പെടുത്ത് വരട്ടെ. അനീഷ് നാട്ടിലെങ്ങനെയാണ്? ചേച്ചിക്ക് ചെറുപ്പം മുതലൊക്കെ അറിയുന്ന ആളാണോ? എനിക്ക് അനീഷിനെ അങ്ങനെ അറിയില്ല. അനീഷിൻ്റെ അമ്മയും അച്ഛനെ അങ്ങനെ എനിക്ക് അറിയുള്ളൂ. എൻ്റെ വീട് കുറച്ചങ്ങോട്ട് നീങ്ങി പോയിട്ട് ഞങ്ങളിവിടെ കടവാടയൊക്കെ എടുത്ത്. അനീഷിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത്. വലിയ അടുപ്പ് ആരോടില്ല, എന്നാ അകലിച്ചില്ല, അങ്ങനെ ഉള്ള ഒരാളെന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ അനീഷിൻ്റെ നാട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനമുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഈ കടയിൽ തന്നെ വന്ന് ചോദിക്കും അനീഷിൻ്റെ വീട് എവിടെയാണ്, അങ്ങനെ അങ്ങനെ ഇവരൊക്കെ നമുക്ക് സന്തോഷമുള്ള ഉള്ളിൽ. എല്ലാവരും പുറത്ത് പറയണത് ഇപ്പോൾ ബിഗ് ബോസിൽ വിന്നർ അനീഷ് തന്നെ ആവുള്ളൂ എന്നാണ് കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ആര് നന്നായി കളിക്കണേ വെച്ചാൽ അവർ വിന്നറാവും. അനീഷിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് തോന്നിയ ആരാണ്? വെച്ചാൽ എതിരാളി എന്ന് തോന്നിയിട്ടുള്ള ആരാണ്? അനീഷിനിപ്പോൾ അനുമോളുണ്ട്. ഇവർ രണ്ടുപേരാണ് സ്ട്രോങ് എന്ന് തോന്നിയിട്ടുള്ളത്, ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷ് കപ്പടിക്കട്ടെ. ഇങ്ങനെ കടയിലേക്ക് വരാറുണ്ടോ അനീഷ്? ഇല്ല, അനീഷ് വരാറില്ല. ഞാൻ പറഞ്ഞ ഈ കട ഞങ്ങൾ എടുത്തു തുടങ്ങിയിട്ട് ഒരു 4 മാസമൊക്കെ ശരിക്കും അറിയില്ല. അപ്പൊ അനീഷ് കപ്പടിക്കട്ടെ അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നു, ആവട്ടെ. ശരി ചേട്ടാ, ഈ തവണത്തെ ബിഗ് ബോസിൽ നമ്മുടെ ഇവിടുന്ന് നാട്ടുകാരൻ ഒരാൾ ബിഗ് ബോസിലുണ്ട്. എന്താണ് ആളെ കുറിച്ച് പറയാനുള്ളത്? നല്ല കുട്ടിയാണ്, ഞാൻ പഠിപ്പിച്ചുള്ള കുട്ടിയാണ്. ആണോ? വേദോപദേശമൊക്കെ പള്ളിയിൽ വേദോപദേശമൊക്കെ പഠിപ്പിച്ചുള്ള കുട്ടിയാണ്. നല്ല ആക്റ്റീവ് കുട്ടിയായിരുന്നു. ആളിപ്പോൾ എല്ലാവരോടും ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ ആള് ബിഗ് ബോസിൽ ഫസ്റ്റ് അടിക്കുമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അപ്പോൾ ചേട്ടനിത് കേൾക്കുമ്പോൾ നമ്മൾ നാട്ടുകാരൻ ഒരാളാണ്, നല്ലതാണത്. നാട്ടിലേക്ക് അങ്ങനെ ഒരാള് നന്നായി വന്നതല്ലേ. അതും ഒരു കോമൺ മാൻ എന്നൊരു വിഭാഗത്തിൽ ആൾ പോയേക്കണം, മറ്റേ സെലിബ്രിറ്റി അല്ല, മറ്റൊരു വിഭാഗത്തിൽ ആളില്ല. 5 വർഷമൊക്കെ കാത്തിരുന്നാണ് ആൾ ബിഗ് ബോസിൽ പോയെന്നൊക്കെ കേട്ടോ, ശരിയാണോ? അതൊന്നും എനിക്കറിയില്ല. ആളെന്തായാലും നാട്ടിലെ ആളെ കുറിച്ച് ചോദിക്കുന്ന അഭിമാനമാണ് അല്ലേ? അഭിപ്രായം. ഓക്കെ, ശരി. പിന്നെ എങ്ങനെ ചേട്ടനോടൊക്കെ എങ്ങനെ ഭയങ്കര സംസാരം ആണോ? ഇങ്ങനെ എങ്ങനെ സ്വഭാവം എങ്ങനെ പൊട്ടിത്തെറി അങ്ങനെയൊന്നും ആണോ? അവിടെ ആൾ ഇച്ചിരി അഗ്രസീവ് ആണ്, എല്ലാ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയാണോ റിയൽ ലൈഫിലെ ആള്? ഓക്കെ, ഒരു സാധാരണക്കാരനെ പോലത്തെ. ഓക്കെ, അപ്പോൾ അനീഷ് കപ്പടിക്കട്ടെ അല്ലേ? കോടന്നൂരിന്റെ അഭിമാനാവട്ടെ. ഓക്കെ കേട്ടോ, താങ്ക് യു കേട്ടോ. അനീഷിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൂട്ടിൽ ഇവിടെയുള്ള ആളാണ്. പക്ഷേ ഈ റൂട്ടിൽ പാല് കൊടുത്തിട്ടുള്ള ഒരു ഇതുള്ളത് എനിക്ക്. അല്ലാണ്ട് കൂടുതൽ അങ്ങനെ
ആള് നല്ല അപകടകാരിയല്ല, നല്ല സ്വഭാവം നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്നുണ്ട്. ആണല്ലേ? പക്ഷെ കൂടുതൽ പരിചയം അങ്ങനെ ഇല്ല. എൻ്റെ ഏജ് അല്ലല്ലോ അവൻ്റെ ഏജ്, വ്യത്യാസമല്ലേ. ഈ ബിഗ് ബോസിൽ ഇങ്ങനെ പെട്ടെന്ന് ആളുകളോട് ഇങ്ങനെ ചൊറിഞ്ഞിട്ടുള്ള ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്, അത് ശരിക്കുള്ളതാണോ? ഇവിടെ അങ്ങനെ തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇടയ്ക്ക് ശ്രദ്ധിക്കും, ഇത് കാണും. ഇടയ്ക്ക് മോൻ്റെ മോൻ അവിടെ ഉണ്ട്, അപ്പോൾ അവൻ മാറ്റാൻ പറഞ്ഞ് അവൻ തന്നെ മാറ്റും. അപ്പോൾ പിന്നെ കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ അവരെ വാശി പിടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. നാടിന് ആളൊരു അഭിമാനമായിട്ട് മാറി. തീർച്ചയായിട്ടും അവസാന സ്റ്റേജിലേക്ക് ആള് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം അത് വിജയിച്ച് കയറി പോകുന്നു വിചാരിക്കുന്നു. ആളെല്ലാവരും അഭിപ്രായം കൂടി പറയണത് ആള് ഫസ്റ്റ് അടിക്കുന്നതാണ്. മീൻസ് എല്ലാവരും എൻ്റെ വീട്ടിലും മോനും മരുമോളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, കയറി പോവും എന്നുള്ള അഭിപ്രായം പറയുന്നത്. ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിനൊക്കെ ഭയങ്കര നല്ലതല്ല, നല്ല പേരല്ല വരുന്നത്. ആളൊരു കോമൺ മാൻ ആയിട്ടും കൂടിയാണ്, കാരണം സെലിബ്രിറ്റി അല്ല, മറ്റൊരു ഓടന്നവരിനും കൂടി നല്ലൊരു ഇതല്ല വരുന്നത്. പേര് നാടിന് നല്ല പേര്, നല്ല ലോകം അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറി ഓടന്നവര്. ആളെങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില് നാട്ടില്? ആള് നല്ല ഇതായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ ഫുൾ ടൈം കാണുന്ന ഒരാളാണ്. അതിലെ പോകുന്നുണ്ട്, ഇതിലെ പോകുന്നുണ്ട്. ഞാൻ പാല് കൊണ്ടുവരും, നമ്മൾ ചിലപ്പോൾ അവിടെ വീട്ടിൽ നിൽക്കുന്നതാണ്. കൂടുതൽ സംസാരം മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തമ്മിൽ. ആൾ അധ്യാപകനായിരുന്നു അല്ലേ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വലിയ ഇതില്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ വീട് അവിടെ ചാക്കര കടവ്. ഞാൻ ഈ റൂട്ടിൽ പാല് കൊണ്ടുവരുന്നത്, ഈ കോൺവെന്റിൽ പാല് കൊടുത്തത്. എന്തായാലും ആള് കാരണം നാട്ടിനൊക്കെ ഭയങ്കര അഭിമാനമായി നല്ല അഭിമാനമായിട്ട് മാറിയിട്ടുണ്ട്. അഭിമാനമായിട്ട് മാറട്ടെ തീർച്ചയായിട്ടും. അനീഷ് കപ്പടിക്കട്ടെ.